UAE സ്മോക്ക് ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 5000 ദിർഹംസ് മുതൽ ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. UAE മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സ്മോക്കിംഗ് റെഗുലേഷൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപ്രകാരം നിങ്ങൾ ഏത് തരം സിഗരറ്റ്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിലും UAE സ്മോക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ ഷോപ്പിംഗ് മാളുകൾ, തിയേറ്ററുകൾ, കഫറ്റേരിയ, റെസ്റ്റോറന്റ്, ദെൻ ഓഫീസുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ബീച്ച്, പാർക്ക്, ഇൻഡോർ ഔട്ട്ഡോർ വർക്ക് പ്ലേസുകൾ, ഇവിടെയൊന്നും തന്നെ നിങ്ങൾ സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ വാഹനത്തിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇരുത്തിക്കൊണ്ടും നിങ്ങൾ സ്മോക്ക് ചെയ്യാൻ പാടില്ല. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5000 ദിർഹംസ് മുതലാണ് സ്റ്റാർട്ടിംഗ് ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളത് കേട്ടോ. പിന്നെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലും ഇൻഡോർ ഔട്ട്ഡോർ പ്ലേസുകളിലൊക്കെ തന്നെ സ്മോക്കിങ്ങിന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ദെൻ ചില സ്ഥാപനങ്ങളിൽ സ്മോക്കിംഗ് റൂംസ് ഉണ്ട്. അതും ലൈസൻസോട് കൂടിയിട്ടുള്ള സ്മോക്കിംഗ് റൂംസ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പുവരുത്തണം. അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഉറപ്പുവരുത്തുക നോ സ്മോക്കിംഗ് സൈൻ ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്താൽ ഹെൽത്തിന് ഫൈൻ ഒന്നും ഉണ്ടാവില്ല.